ഗുരുദേവ കഥകൾ വായിച്ച നിങ്ങൾക്ക് ആ കഥകളിലെ ഏതാനും ചില കാര്യങ്ങളെങ്കിലും നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന ആഗ്രഹം തോന്നിയിട്ടുണ്ടാവാം. ശ്രീനാരായണ ഗുരുദേവന്റെ ജീവചരിത്രം ജനനം മുതൽ മഹാസമാധി വരെ 5 പുസ്തകങ്ങൾ വായിച്ചു. അതിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ഭാഗങ്ങൾ 33 ചിത്രങ്ങളായി ചോറ്റാനിക്കരയിലെ സുധർമ്മ ഗിരിജൻ വരച്ചു കാണിച്ചിരിക്കുന്നു. ഇനി ഗുരുവിന്റെ കുടുംബത്തെക്കുറിച്ച് അല്പം അറിയാം. അച്ഛൻ മാടനാശാൻ മഹാപണ്ഡിതനും ശരീര സൗന്ദര്യവുമുള്ള ആളും തേജസ്വിയുമായിരുന്നു മാടനാശാൻ. കുട്ടികളെ പഠിപ്പിക്കുക എന്ന ജോലിയായിരുന്നതുകൊണ്ട് ആശാൻ എന്ന് അറിയപ്പെട്ടു. മഹാഗുണവിശേഷങ്ങളും സാത്വികതയും മൂർത്തീകരിച്ച പുണ്യപിതാവ് മാടനാശാൻ എന്നും ചരിത്രത്തിൽ മുഖ്യസ്ഥാനം വഹിക്കുന്നുണ്ട്. നെടുങ്കണ്ട സ്വദേശിയായ ഇദ്ദേഹം വയൽവാരത്ത് നിന്നും വിവാഹം കഴിച്ചു. മണിക്കൽ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശമുണ്ടായിരുന്ന കൊച്ചുവിള എന്ന വീട്ടിൽ താമസമായി. മാടനാശാന് ശങ്കു ആശാൻ എന്ന ഒരു മാതുലനുണ്ടായിരുന്നു. ഈ ശങ്കു ആശാൻ മാർത്താണ്ഡവർണ്ണ മഹാരാജാവിനെ ഒരാപത്തിൽ നിന്നും സമർത്ഥമായി രക്ഷിക്കുവാൻ വേണ്ടത്ര ശേഷി കാട്ടിയ ഒരു ശക്തനായിരുന്നു എന്നറിയപ്പെടുന്നു. കുട്ടിയമ്മ വയൽവാരത്ത് കൊച്ചനാശാന്റെ ഭാഗിനേയാണ്. പൂർവ്വപിതാവിന് രാമൻ, കൃഷ്ണൻ എന്ന 2 പുത്രന്മാരും 5 പുത്രിമാരും സന്താനങ്ങളായി ഉണ്ടായിരുന്നു. ഗുരുദേവന്റെ മാതാവ് പെൺമക്കളിൽ മൂത്തവരാണ്. പിതാവ് എല്ലാ നിലയിലും ഉന്നതനായിരുന്നു. കൃഷിവൃത്തി പ്രധാനമായിരുന്നു. അനവധി വസ്തുക്കൾ സ്വന്തമായിട്ടുണ്ടായിരുന്നു. പുത്രന്മാർ പണ്ഡിതന്മാരും വൈദ്യവൃത്തിക്കാരുമായിരുന്നത്രേ. രാമൻ വൈദ്യൻ, കൃഷ്ണൻ വൈദ്യൻ എന്ന് അവർ അറിയപ്പെട്ടു. മറ്റ് സന്താനങ്ങളിൽ നിന്ന് വ്യത്യസ്തയായിരുന്നു കുട്ടിയമ്മ. ആ സാധ്വിമണി അതീവ ഭക്തയും സാധുക്കളിൽ വളരെ കാരുണ്യവും ശാന്തതയുമുള്ള സ്ത്രീരത്നമായി ശോഭിച്ചു. ഭജന, ക്ഷേത്രോപാസന, വ്രതങ്ങൾ എന്നിവ അനുഷ്ഠിക്കുക നിർബന്ധമായിരുന്നു. ഇവർക്ക് മക്കളായി അതിസുന്ദരകാരനായ നാണുവും കുമാരന് സഹചരരായി ക്രമേണ സ്വന്തക്കാർ 3 ഉണ്ടായി. 3 സഹോദരിമാർ. അവരിങ്ങനെ കൊച്ചമ്മ, ദേവി, മാത ഇവർ കളിക്കൂട്ടുകാരായി വളർന്നു. ഏവരും ഒത്തു കളിക്കും. പക്ഷെ ഒരു കാര്യം കുമാരന് നിർബന്ധമായിരുന്നു: കളവ് പറയരുത്. കളവ് പറഞ്ഞ കുറ്റത്തിന് ചിലപ്പോൾ സഹോദരികളെ ഉപദേശിക്കുകയും ശാസിക്കുകയും ചിലപ്പോൾ നിർദ്ദയം ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. കന്നുകാലികളെ മേയ്ക്കാൻ പോകുവാൻ നാണുവിന് വലിയ ഇഷ്ടമായിരുന്നു. പശുക്കളെ മലയുടെ താഴ്വാരത്തിലും കുന്നുകളിലും കൊണ്ടുപോയി തീറ്റും. കന്നുകാലികളെ മേയ്ക്കുന്ന കാലത്താണ് സ്വന്തമായി ഗ്രന്ഥങ്ങൾ പലതും പഠിച്ചത്. പശുക്കൾക്ക് സ്വൈര്യമായി തിന്നാൻ വകയുള്ള സ്ഥലമായിരുന്നു ചെമ്പഴന്തിയിലെ മേട്ടുപുറം. അവയെ അവിടെ വിട്ടിട്ട് വൃക്ഷച്ചുവടുകളിലും ശാഖകളിലും കയറിയിരുന്ന് പഠിക്കുക പതിവാക്കിയിരുന്നു. പ്രൗഢമായ പല ഗ്രന്ഥങ്ങളും അക്കാലം വായിക്കുകയും സംസ്കൃത ശ്ലോകങ്ങൾ മനഃപ്പാഠമാക്കുകയും ചെയ്തു പോന്നു. പരസഹായം കൂടാതെ അരി ഉണ്ടാക്കുവാൻ യത്നിച്ച ഏറ്റവും പ്രധാന കാലമായിരുന്നു അത്. വൃക്ഷങ്ങളിലെ ഫലങ്ങളും ചിലതരം ഇലകളും ഭക്ഷിക്കുക എന്നതും അക്കാലത്ത് സിദ്ധമാക്കി. നിലം ഉഴുന്നതിന് താല്പര്യപ്പെട്ടു മറ്റു ജോലിക്കാരോടൊത്ത് പോകും. അവർ മാടിനെ അടിച്ചാൽ അവരോട് ശക്തമായി പ്രതികരിക്കും. കാളകളെ ഉപദ്രവിക്കാതെ ജോലി നടത്തണം, അതാണ് ലക്ഷ്യം. അവയ്ക്ക് ആഹാരം കൊടുത്ത് സംരക്ഷിക്കുക എന്നുള്ളതൊക്കെ സ്വന്തം കാര്യമായി ചെയ്തു പോന്നു. നാണു വലുതാവുകയാണ്. ഒരു ഭക്തന്റെ വേഷപ്പകർച്ചകൾ കണ്ടു തുടങ്ങി. ശ്രദ്ധ ഭഗവത് കഥകൾ നിറഞ്ഞ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞു. വീട് വിട്ട് സഞ്ചാരം തുടങ്ങി. തുടരെ പല ദിവസങ്ങളിലും വീട്ടിൽ വരാതെയായി. അമ്മാവന്മാർക്കും മാതാപിതാക്കൾക്കും ഇത് വളരെയേറെ മനോവിഷമത്തിന് കാരണമായി. അക്കാലം കുറേയേറെ ദിവസത്തേക്ക് അവിടുന്ന് വീട്ടിൽ ചെന്നതേയില്ല. 10-20 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ശരീരം മുഴുവൻ മസൂരിക്കലകളോടുകൂടി പ്രത്യക്ഷപ്പെട്ടു. എല്ലാം സുഖമായതിനു ശേഷം 18-20 ദിവസമാണ് മസൂരിയും താനുമായി അജ്ഞാതവാസം നിർവഹിച്ചത്. മാതുലനും മറ്റും അത്ഭുതത്തോടെ ചോദിച്ചു: നീ എവിടെ കഴിച്ചുകൂട്ടി ഈ വൈഷമ്യത്തിൽ? എല്ലാത്തിനും ആശ്രയമായ മണിക്കൽ ദേവി സന്നിധിയിൽ എന്ന് ഉറപ്പായ ഉത്തരം പറയാനുണ്ടായിരുന്നു. പകൽ സമയങ്ങളിൽ ഘോരവനം പോലെ ഉയർന്നു പന്തലിച്ച പറങ്കിമാവിൻ കൂട്ടങ്ങളുടെ ഇടയ്ക്ക്
വൃക്ഷങ്ങളിലെ സൗകര്യമായ സ്ഥലത്തും കഴിച്ചുകൂട്ടി. ആഹാരമോ? മസൂരിയും വേനലും പറങ്കിപ്പഴവും മറ്റു പഴങ്ങളും ഒന്നിച്ച് അണിനിരക്കുക പതിവാണല്ലോ. അന്നത്തെ പ്രധാന ആഹാരം പറങ്കിമാവിൻ പഴവും കുടിക്കുന്നതിന് ഉറവൽ ജലവുമായിരുന്നു.